നമുക്കറിയാം ടിപ്പു എന്ന് പറയുന്ന ഒരു രാജാവ് മൈസൂരുണ്ടായിരുന്നു. ഈ ടിപ്പു എന്ന് പറയുന്നയാൾ തികഞ്ഞ വർഗീയവാദിയും ഒരു മതഭ്രാന്തനുമായിരുന്നു എന്ന് കൃത്യമായിട്ടുള്ള രേഖകൾ സൂചിപ്പിക്കുന്നുണ്ട്. പോരാത്തതിന് പല ഹൈന്ദവ ക്ഷേത്രങ്ങളും ടിപ്പു എന്ന് പറയുന്ന ഈ വ്യക്തി തകർത്തിട്ടുണ്ട്. ടിപ്പു എന്ന് പറയുന്ന ഈ വ്യക്തി ഹൈന്ദവ ക്ഷേത്രങ്ങളൊക്കെ തകർത്തത് കൊണ്ട് തന്നെ ടിപ്പുവിനെ വലിയ രീതിയിലുള്ള അവജ്ഞയോടുകൂടെയാണ് പല ഹൈന്ദവരും കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ടിപ്പുവിനെ ഗ്ലോറിഫൈ ചെയ്യുകയാണ് പല രാഷ്ട്രീയ നേതാക്കളും ചെയ്യുന്നത്. കാരണം മുസ്ലിം വോട്ട് ബാങ്കിന് വേണ്ടിയാണ്. മുസ്ലിങ്ങൾക്ക് വോട്ടില്ലായിരുന്നെങ്കിൽ ടിപ്പു എന്ന് പറയുന്നവൻ കുപ്പത്തൊട്ടിയിൽ കിടന്നേ എന്നുള്ളതാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം. ടിപ്പു എന്ന് പറയുന്ന വ്യക്തിയെ ഗ്ലോറിഫൈ ചെയ്യുകയാണ്. ടിപ്പു ഒരു ബ്രിട്ടീഷ് സ്വാതന്ത്ര്യ സമര സേനാനിയാണ് എന്നൊക്കെയാണ് പല കാലങ്ങളിലായി ഇവർ പ്രചരിപ്പിച്ചു വന്നിരുന്ന വാദം എന്ന് പറയുന്നത്. എന്നാൽ അതിനൊന്നും തന്നെ അടിസ്ഥാനപരമായിട്ട് യാതൊരുവിധ തെളിവുമില്ല എന്നുള്ളതാണ് ഒരു വസ്തുത എന്ന് പറയുന്നത്. അങ്ങനെ തെളിവുണ്ടെങ്കിൽ തന്നെ ആ തെളിവെല്ലാം ഫോർജ്ഡ് ആണ് എന്നുള്ളതാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം. അത്തരത്തിൽ ഒരു വലിയ ബ്ലണ്ടർ കർണാടക കോൺഗ്രസിൻ്റെ ഒരു വലിയ ബ്ലണ്ടറാണ് ഇപ്പോൾ പൊളിഞ്ഞടങ്ങിയിരിക്കുന്നത്. ഈ ടിപ്പുവിനെ മുന്നിൽ നിർത്തി കളിക്കാൻ ഒരു ശ്രമം നടത്തി, പക്ഷേ അത് പൊളിഞ്ഞടങ്ങിയിരിക്കുന്നത്. അതായത് കർണാടക കോൺഗ്രസ് ഗവൺമെൻറ് മിനിസ്റ്റർ മഹാദേവപ്പ, കർണാടക കോൺഗ്രസിലെ മിനിസ്റ്ററായിട്ടുള്ള മഹാദേവപ്പയാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ടിപ്പു സുൽത്താൻ KRS ഡാം എന്ന് പറയുന്ന ഒരു ഡാമിൻ്റെ ഫൗണ്ടേഷൻ അവിടെ ഇട്ടത് ടിപ്പു സുൽത്താനാണ് ഡാം പണിതത് എന്നാണ് ഈ മഹാദേവപ്പ എന്ന് പറയുന്ന ഒരു കർണാടക മിനിസ്റ്റർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അതിനെതിരെ നാഷണൽ ലെവലിൽ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടായി. നാഷണൽ ലെവൽ മാധ്യമങ്ങളടക്കം ഇത് വലിയ ചർച്ചയാക്കി. ഈ ചർച്ചയിൽ ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള ഫാക്റ്റ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഈ ഡാം പണിതിരിക്കുന്നത് 1924 കൃഷ്ണരാജ വാഡിയാർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കീഴിലാണ്. ഡിസൈൻഡ് ബൈ ശ്രീ എം വിശ്വേശ്വരയ്യ എന്ന് പറയുന്ന ഒരു എഞ്ചിനീയറുടെ കീഴിൽ ഈ കൃഷ്ണരാജ വാഡിയാർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കീഴിലാണ് ഈ ഡാം പണിതിരിക്കുന്നത്. ടിപ്പു യഥാർത്ഥത്തിൽ മരണപ്പെട്ടിരിക്കുന്നത് 1799 അതായത് ഏകദേശം ആ ടിപ്പുവിൻ്റെ മരണശേഷം ഏകദേശം 100 കൊല്ലങ്ങൾക്ക് ശേഷമാണ് ഈ ഡാം പണിതത്. ആ ഡാമാണ് ടിപ്പു പണിതത് എന്ന് പറഞ്ഞൊരു തള്ള് നടത്താനായിട്ടുള്ളൊരു ശ്രമം ഈ കർണാടകയിലെ മിനിസ്റ്റർ നടത്തിയിരിക്കുന്നത്. പക്ഷേ അത് പൊളിഞ്ഞടങ്ങിപ്പോയി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും മഹാദേവപ്പയ്ക്കെതിരെ ഇപ്പോൾ വലിയ രീതിയിലുള്ള ട്രോളുകളും പ്രതിഷേധവുമാണ് കർണാടക ജനങ്ങൾക്കിടയിൽ നിന്നും ഉയരുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.